പ്രിയരെ നമസ്കാരം. കശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാർ ദൈത്യന്മാർ അഥവാ ഭൂതങ്ങളെന്നറിയപ്പെടുന്നു. ദിതിക്ക് യഥാർത്ഥത്തിൽ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഹിരണ്യകശിപുവാണ് മൂത്തവൻ. എന്നാൽ പല പുരാണങ്ങളും ഇതിനോട് വിയോജിക്കുന്നു. അവയിൽ ഹിരണ്യാക്ഷനാണ് ജ്യേഷ്ഠൻ. കശ്യപൻ ഒരിക്കൽ അശ്വമേധ യജ്ഞം സംഘടിപ്പിച്ചു. ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ദേവന്മാരും ഋഷികളും വന്നു. പ്രധാന പുരോഹിതന് ഒരു സ്വർണ്ണ സിംഹാസനം ഒരുക്കിയിരുന്നു. അന്ന് ദിതിയും ചടങ്ങിൽ പങ്കെടുത്തു. അവൾ തൻ്റെ ഉദരത്തിൽ 10,000 വർഷങ്ങളോളമായി ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ആ അവസരത്തിൽ പ്രസവിക്കുന്നു. യാഗത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തപ്പോൾ കുഞ്ഞ് ജനിച്ചു. നവജാത ശിശു പ്രധാന പുരോഹിതനു വേണ്ടി കരുതി വച്ചിരുന്ന സിംഹാസനത്തിൽ കയറിയിരുന്നു കൊണ്ട് വേദങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ പുത്രനാണ് ഹിരണ്യകശിപു എന്നറിയപ്പെടുന്നത്. ഹിരണ്യകശിപു 1,00,000 വർഷത്തോളം തലക്കീഴായി തൂങ്ങിക്കിടന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. ഇക്കാലയളവത്രയും അദ്ദേഹം ഉപവസിക്കുന്നു. തപസ്യയുടെ ഈ പ്രവൃത്തി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ഹിരണ്യകശിപുവിന് ഒരു വരം നൽകി. അതുവഴി അസുരൻ അജയനായി. അങ്ങനെ ഹിരണ്യകശിപു ലോകത്തെ അടിച്ചമർത്താൻ തുടങ്ങി. ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഹിരണ്യകശിപുവിനെ ഒടുവിൽ വിഷ്ണു തൻ്റെ നരസിംഹാവതാരത്താൽ വധിച്ചു. ഹിരണ്യകശിപുവിൻ്റെ കഥയുടെ പൂർണ്ണ രൂപങ്ങൾ മറ്റു പല പുരാണങ്ങളിലും പൂർണ്ണമായും നൽകിയിട്ടുണ്ട്. ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, ഹ്ലാദൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ ഹ്ലാദൻ്റെ പത്നി താടകയും മക്കൾ സുന്ദന്മാരുമായിരുന്നു. ഈ താടകയെയാണ് ശ്രീരാമൻ രാമായണത്തിൽ വധിക്കുന്നത്. താടകയുടെ മകനായ മൂകനെ അർജുനൻ മഹാഭാരതത്തിൽ വധിക്കുന്നുണ്ട്. പ്രഹ്ലാദന്റെ മകൻ വീരോചനനും വീരോചനന്റെ മകൻ ബലിയുമാണ്. കുള്ളൻ വാമനന്റെ അവതാരത്തിൽ വിഷ്ണുവാണ് ബലിയെ പരാജയപ്പെടുത്തിയത്. ബലിക്ക് വനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഹിരണ്യകശിപുവിന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉത്കരൻ, ശകുനി, കാലനാഭൻ, മഹാനാഭൻ, ഭൂതസന്തപൻ എന്നീ 5 പുത്രന്മാരുണ്ടായിരുന്നു. മറ്റു പുരാണങ്ങളുടെ കണക്ക് പ്രകാരം ഹിരണ്യാക്ഷന് പുത്രസൗഭാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും അന്തകനെ പുത്രനായി സ്വീകരിച്ചുവെന്നുമാണ് പറയുന്നത്. ഹിരണ്യാക്ഷനെ വിഷ്ണു വരാഹ അവതാരത്താൽ വധിച്ചു. ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും സിംഹിക എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. തൻ്റെ പുത്രന്മാരും അവരുടെ പിൻഗാമികളും പലപ്പോഴായി വിഷ്ണുവിൻ്റെ ഒത്താശയോടെ ദേവന്മാരുടെ കൈകളാൽ കഷ്ടപ്പെടുന്നുവെന്ന് ദിതി ശ്രദ്ധിച്ചു. അതിനാൽ അവൾ തൻ്റെ ഭർത്താവായ കശ്യപനെ പ്രീതിപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുന്നു. അവളുടെ പരിചരണത്തിൽ തൃപ്തനായ കശ്യപൻ ഒടുവിൽ ദിതിക്ക് ഒരു വരം നൽകാൻ നിർബന്ധിതനാകുന്നു. ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തിയുള്ള ഒരു പുത്രനെ ലഭിക്കുവാനുള്ള വരം നൽകുവാൻ അവൾ അപേക്ഷിച്ചു. എന്നാൽ ഇതല്പം അരോചകമായി തോന്നി. ദേവന്മാർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്നിയായ അദിതിയുടെ പുത്രന്മാരാണല്ലോ. 100 വർഷത്തോളം ശുചിത്വം പാലിക്കുകയാണെങ്കിൽ അതിൽ വിജയിച്ചാൽ അവൾ തീർച്ചയായും ഇന്ദ്രനെ വധിക്കാൻ പ്രാപ്തനായ ഒരു പുത്രനെ പ്രസവിക്കും. പക്ഷേ അവളതിൽ പരാജയപ്പെട്ടാൽ ആ പുത്രൻ ഇന്ദ്രന്റെ സുഹൃത്തും കൂട്ടാളിയുമായി മാറും. ആ വ്യവസ്ഥ ദിതി അംഗീകരിച്ചു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.